സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും പിതാവും പുത്രനും എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇരു ഗ്രഹങ്ങൾക്കുമിടയിൽ ശത്രുതാഭാവമാണ് ഉള്ളത്. കർമ്മഫലദാതാവായ ശനി വ്യക്തിയുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലമാണ് നൽകുന്നത്. 2.5 വർഷം കൂടുമ്പോഴാണ് ശനി മാറുന്നത്. അതിനാൽ രാശിചക്രത്തിലെ എല്ലാ രാശികളിലൂടെയുമുള്ള സഞ്ചാരം പൂർത്തിയാക്കാൻ ശനിക്ക് 30 വർഷങ്ങൾ വേണ്ടിവരുന്നു. എങ്കിലും ഈ ഗ്രഹം അടിക്കടി സ്ഥിതികൾ മാറാറുണ്ട്. ശനിയിൽ നിന്നും വ്യത്യസ്തമായി സൂര്യൻ ഏതാണ്ട് എല്ലാ മാസവും രാശി മാറുന്നുണ്ട്. നവഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ. അതിനാൽ തന്നെ സൂര്യന്റെ രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. ആഗസ്റ്റിൽ സൂര്യൻ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കും. ശനിയാണെങ്കിൽ തൻ്റെ മൂലത്രികോണ രാശിയായ കുംഭത്തിലാണ്. അങ്ങനെ ഈ രണ്ട് ഗ്രഹങ്ങളും അവരവരുടെ സ്വരാശിയിൽ മുഖാമുഖമായി വരുന്ന സ്ഥിതിയുണ്ടാകും. ചില രാശികൾക്ക് ഈ ഗ്രഹസ്ഥിതി പ്രതികൂലമായി മാറുമെങ്കിലും ചുരുക്കം ചില രാശികൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളും ഉണ്ടാകും. ഈ ഭാഗ്യരാശികൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കാം. ആദ്യത്തേത് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിക്കാർക്ക് സൂര്യന്റെയും ശനിയുടെയും സ്ഥിതി അനുകൂലമായി മാറുകയും ഇടവത്തിൽ വ്യാഴം ചൊവ്വയും സ്ഥിതി ചെയ്യുന്നുണ്ട്. സൂര്യൻ 4-ാം ഭാവത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ രാശികളിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ കൂടുതൽ സന്തോഷം അനുഭവപ്പെടും. കരിയറിൽ അഭിവൃദ്ധി ഉണ്ടാകും. ജോലിയിലെ മികവിന് അംഗീകാരം ലഭിക്കും. ഉന്നതാധികാരികൾ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം ശമ്പളവും വർദ്ധിക്കും. ആഗ്രഹത്തിനൊത്ത് കരിയറിൽ മാറ്റം വരുത്തും. പ്രോപ്പർട്ടിയോ വാഹനമോ വാങ്ങാനിടയുണ്ട്. കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് സന്തോഷം അനുഭവപ്പെടും. സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കും. അടുത്തത് ചിങ്ങമാണ്. ചിങ്ങൻ രാശിയിലേക്കാണ് സൂര്യൻ വന്നെത്തുന്നത്. ശനിക്ക് അരികിലെത്തുന്നത് ചിങ്ങം രാശിക്കാർക്ക് ഗുണം ചെയ്യും. കരിയറിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയമുണ്ടാകും. സർക്കാർ ജോലി ലഭിക്കാൻ യോഗമുണ്ടാകും. ആകസ്മിക ധനലാഭം ഉണ്ടാകും. സന്തോഷ വാർത്ത കേൾക്കാനും സാധിക്കും. ദാമ്പത്യ ജീവിതവും സന്തോഷകരമായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എല്ലാ കാര്യങ്ങളിലും പങ്കാളിയുടെ പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടാകും. അടുത്തത് വൃശ്ചികൻ രാശിയാണ്. ഈ രാശിയിൽ സൂര്യൻ 10-ാമത്തെ ഭാവത്തിലേക്കാണ് എത്തുന്നത്. കരിയറിനെ പ്രതിദാനം ചെയ്യുന്ന ഭാവമാണിത്. ഇവിടെ ശനി 4-ാം ഭാവത്തിലാണുള്ളത്. അതിനാൽ സൂര്യന്റെയും ശനിയുടെയും പ്രഭാവം ഈ കാലയളവിലെ വൃശ്ചികൻ രാശിക്കാരുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ലാഭമുണ്ടാകും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മികച്ച അവസരങ്ങൾ വന്നുചേരും. പഴയ പ്രോപ്പർട്ടിയോ പരമ്പരാഗത സ്വത്തോ കൈവശം വന്നുചേരും. കോടതി കാര്യങ്ങൾ അനുകൂല വിധിയുണ്ടാകും. അപ്പോൾ സൂര്യന്റെ രാശിമാറ്റം വർഷങ്ങൾക്ക് ശേഷം സൂര്യന്റെയും ശനിയുടെയും മുഖാമുഖം വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ രാശിമാറ്റം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണം ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കിയത്. ജ്യോതിഷത്തിൽ സൂര്യനും ശനിയും പിതാവും പുത്രനുമാണെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇരു ഗ്രഹങ്ങൾക്കിടയിലും ശത്രുതാഭാവമാണ് ഉള്ളത്. കർമ്മഫലദാതാവായ ശനി വ്യക്തിയുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലമാണ് നൽകുന്നത്. 2.5 വർഷം കൂടുമ്പോഴാണ് ശനി രാശി മാറുന്നത്. അതിനാൽ രാശിചക്രത്തിലെ എല്ലാ രാശികളുടെയും സഞ്ചാരം പൂർത്തിയാക്കാൻ ശനിക്ക് 30 വർഷം വേണ്ടിവരുന്നു. എങ്കിലും ഈ ഗ്രഹം അടിക്കടി സ്ഥിതികൾ മാറാറുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.